ഇനി ആ കെട്ടഴിച്ചോളൂ. ശരി ഡോക്ടർ. ഈ കണ്ടീഷനിൽ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഡോക്ടർ പെട്ടെന്ന് ഉണരുവോ? ഇല്ല, ഒരു 2 മണിക്കൂർ ഈ എഫക്റ്റ് ഉണ്ടാവും. എന്നുവെച്ച് ഇതൊരു പെർമനന്റ് സൊല്യൂഷൻ ഒന്നുമല്ല. ഡോക്ടർ, ശരിക്കും സമ്പ്രദയ്ക്ക് എന്താ സംഭവിച്ചത്? പേഷ്യന്റിന്റെ ബ്രെയിനിൽ ഒരു മെമ്മറി ലൂപ്പിംഗ് നടക്കുന്നുണ്ട്. മേ ബി അത് പോസിറ്റീവ് ആകാം, ചിലപ്പോ അത് നെഗറ്റീവായിട്ടും ബാധിക്കാം. എന്നുവെച്ചാ മനസ്സിലായില്ല. സ്വയം തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും കാണുമ്പോഴോ എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ നിലവിലുള്ള മെമ്മറിക്ക് മേൽ പഴയ ചില മെമ്മറികൾ ഓവർലാപ്പ് ചെയ്ത് കയറി വരും. എന്ന് പറഞ്ഞ മറന്നുപോയതൊക്കെ വീണ്ടും ഓർക്കുന്നാണോ? അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോ ഓർക്കാം, ഓർക്കാതിരിക്കാം. വിശദമായ ചെക്കപ്പിന് ശേഷം മാത്രമേ അത് പറയാൻ പറ്റൂ. തൽക്കാലം അഡ്മിറ്റ് ചെയ്യാം. എത്രയും വേഗം ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ സിറ്റുവേഷൻ വളരെ ബാഡായി മാറും. ശരി ഡോക്ടർ. ആരെങ്കിലും ഒരാള് എപ്പോഴും ഇവിടെ ഉണ്ടാവണം. ശരി ഡോക്ടർ. അപ്പൊ അറിയിക്കണം. പ്ലീസ് സർ, സാറേ സാറേ ഞാൻ സാറിന്റെ കാല് പിടിക്കാം സാറേ. എന്നോട് അല്പം ദയ കാണിക്കണം സാർ. കാല് പിടിക്കാനൊക്കെ നിനക്ക് ഞാൻ സമയം തരാടാ. ഇപ്പൊ നീ ചോദിച്ചില്ലേ ദയാകരണ, അത് രണ്ടും കൂടെ ഞാനേ ഒരു താളത്തിലാക്കി എഴുന്നള്ളിച്ചു കൊണ്ടുവരാം. അതുവരെ നീ ഇതിനകത്ത് വെയിറ്റ് ചെയ്യും. സാറേ കിടക്കട അവിടെ. സാർ സാർ സാറേ സാർ പ്ലീസ് സാർ. സാറേ പ്ലീസ് പ്ലീസ് സാർ. നിന്റെ മുമ്പിൽ ഇപ്പൊ അടഞ്ഞ ഈ വാതിലുണ്ടല്ലോ, അത് വെറും ലോക്കപ്പിന്റെ വാതിലല്ല, നിന്റെ ജീവിതത്തിന്റെ വാതില. പ്ലീസ്. നീ ഇനി പുറലോകം കാണത്തില്ല. ഞാൻ പറയുന്നവരെ ഇവന് ഒരു തുള്ളി വെള്ളം കൊടുത്തു പോലും. ശരി സാർ, കൂട്ടോ. സാറേ സാർ പ്ലീസ് സാർ. സാർ സാറേ പ്ലീസ് സാറേ. സാറേ സർ, ആ എസ് ഐയോട് വരാൻ പറയും. ശരി സർ. മോനെ, നീ ചായ കുടിക്ക്. എത്ര നേരമായി നീ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? സാരമില്ലമ്മേ. കുടിക്കേ.
ഇവള് പറഞ്ഞത് കേട്ട് നീ ടെൻഷൻ ആവണ്ട. അതിൽ കാര്യമൊന്നുമില്ല. മാനസിക തലം തെറ്റുമ്പോ ആരായാലും ഇങ്ങനെയൊക്കെ പറയും. ഇവള് നമ്മുടെ സമൃദ്ധയാ. എന്തായാലും 2 ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. വേണം. വിശദമായ ചെക്കപ്പ് തന്നെ വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? സമൃദ്ധയുടെ മനസ്സിന് എന്തോ ഷോക്കേറ്റിട്ടുണ്ട്. അല്ലെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും പറയില്ല. ഇത്രയും നാളും നമ്മുടെ കൂടെ ഉണ്ടായിട്ടും ഇതുവരെ ഞാൻ സമൃദ്ധയല്ല എന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോ അവളുടെ മനസ്സിനേറ്റ ഷോക്ക് അത്രയ്ക്ക് വലുതാ. എന്ത് ഷോക്ക്? ഒന്നുമില്ല. സാധാരണ പെണ്ണുങ്ങൾക്കെല്ലാം ഇങ്ങനെ ഡിപ്രഷനൊക്കെ വരാറുള്ളതാ. പ്രസവത്തെ തുടർന്ന് പെണ്ണുങ്ങൾക്ക് ചിലപ്പോ ഭ്രാന്ത് വരെ വരുന്ന അവസ്ഥയുണ്ട്. പിന്നല്ലേ ഇത്? നിന്നെ പ്രസവിച്ച സമയത്ത് എനിക്ക് തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ചു ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോ എനിക്ക് ആ പ്രശ്നം മാറുകയും ചെയ്തു. ഇതും അതുപോലെ തന്നെയാ. പേടിക്കാനൊന്നുമില്ല. 2 ദിവസത്തെ ചികിത്സ കൊണ്ട് എല്ലാം മാറിക്കോളും.